നമസ്കാരം. ഒരു പ്രത്യേക അഭ്യർത്ഥന നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ അഭ്യർത്ഥന എന്താണെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ദയവായി കൃപ തോന്നി യേശുവിനെ ആരാധിക്കരുത്. ആവർത്തിക്കട്ടെ. ദയവായി കൃപ തോന്നി യേശുവിനെ ആരാധിക്കരുത്. ഇതൊരു പക്ഷേ കേൾക്കുന്ന പ്രത്യേകിച്ച് എരിവുള്ള സത്യക്രിസ്ത്യാനികൾക്ക് കാര്യമായ അമർഷം അനുഭവപ്പെടും എന്നത് എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഇത് സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിക്കുക ഒരാത്മീയമായ കടമയാണ്. ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ ദൈവം നൽകിയ മൂള ചിന്താശക്തി വേണ്ടതുപോലെ പ്രയോഗിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. അത് ആര് പറഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കണം. കാണുന്നതും കേൾക്കുന്നതും അപ്പാടെ വിശ്വസിക്കുന്നത് വിശ്വാസമല്ല, അത് വിശ്വാസത്തിൻ്റെ വിലയിടിക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇനിയും എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ സമക്ഷം ഒന്ന് സമർപ്പിക്കട്ടെ. നിങ്ങൾ 4 സുവിശേഷങ്ങൾ പരിചയമുള്ളവരാണ്. എവിടെയെങ്കിലും തന്നെ ആരാധിക്കണമെന്ന് യേശു സൂചിപ്പിച്ചതിൻ്റെ വിദൂരമായ ഒരു സാധ്യത കാണിച്ചു തരാം. സുവിശേഷങ്ങൾ പരിചയമുള്ളവരാണല്ലോ ക്രിസ്ത്യാനികൾ. യേശു ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും തന്നെ ആരെങ്കിലും ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ നിങ്ങൾ ഇന്ന വിധം എന്നെ ആരാധിക്കണം, ഇതാണ് എന്നെ ആരാധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, എന്നെ ആരാധിക്കണമെങ്കിൽ നിങ്ങൾ വലിയ പള്ളിയൊക്കെ ഉണ്ടാക്കണം, പിന്നെ അതിൻ്റേതായ വലിയ സംരംഭങ്ങൾ, സ്ഥാപനപരമായ വലിപ്പങ്ങൾ, പാരമ്പര്യങ്ങളുടെ മൂർച്ചയേറിയ അവസ്ഥകൾ, ഇതൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തന്നെ ആരെങ്കിലും ആരാധിക്കണമെന്ന് യേശു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നിരിക്കെ അതറിയാൻ വയ്യാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ക്രിസ്ത്യാനി യേശുവിനെ വെറുതെ വിടത്തില്ല. ആരാധിക്കപ്പെടാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾ ആരാധിച്ചേ വിടൂ, ആരാധിച്ചേ അടങ്ങൂ എന്ന് ക്രിസ്ത്യാനി എന്തുകൊണ്ടാണ് നിർബന്ധം പിടിക്കുന്നത് എന്നതിനെപ്പറ്റി വളരെ ചെറിയ അന്വേഷണമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. തീർച്ചയായും നിങ്ങൾക്കിത് കൗതുകമുണ്ടായിരിക്കും, താല്പര്യമുണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന പ്രത്യാശയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുമായി പങ്കിടട്ടെ. നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാം അത് ചെയ്യത്തില്ല, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. അങ്ങനെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. മനുഷ്യ സ്വഭാവത്തെപ്പറ്റി നാം എപ്പോഴെങ്കിലും ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രവണത നാം തീർച്ചയായും പരിഗണിക്കണം. അത് മാറ്റി നിർത്തിയിട്ട് മനുഷ്യരെ പറ്റി സത്യസന്ധമായി ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയില്ല എന്ന ഒരു താക്കീതോടുകൂടിയാണ് വേദപുസ്തക ചരിത്രം ആരംഭിക്കുന്നത് തന്നെ. ദൈവമാതാവിനോട് പറഞ്ഞു, നീ തോട്ടത്തിലെ മറ്റെല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം ഇഷ്ടം പോലെ തിന്നു, പക്ഷെ അതിലൊരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം മാത്രം നീ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നേ അടങ്ങും. അത് മനുഷ്യരുടെ സ്വഭാവമാണ്. അത് മതമേഖലയിൽ പ്രത്യേകിച്ച് നാം കാണുന്നത് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെ ചെയ്തിരിക്കും. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യുകയുമില്ല. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം സുപരിചിതമാണ്. അവിടെ യഹൂദ മതത്തിൻ്റെ 3 പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളായ ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം, അവയെപ്പറ്റി നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് യേശു വ്യക്തമായി മനുഷ്യരുടെ കാല് പിടിച്ച് പറയുന്നത് പോലെയാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. പക്ഷേ ആര് കേൾക്കാനാണ്? നിങ്ങൾ
എല്ലാവരും കണ്ടിട്ട് അവിടെ കൈയടി വാങ്ങിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പൊതുവായി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് മുട്ടിപ്പായി തോന്നുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കടന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. ആര് കേൾക്കാനാണ്? ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു 10 പേര്, 100 പേര്, 1000 പേരുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ നമ്മുടെ ഇടയിലുള്ള ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ 10 പേരുള്ളിടത്ത് ഉപദേശി പ്രാർത്ഥിക്കും, 100 പേരുള്ളിടത്ത് കത്തനാര് പ്രാർത്ഥിക്കും, 1000 പേരോ അത് കൂടുതലുണ്ടെങ്കിൽ തിരുമേനി പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഒരു ഗുമ്മ. ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാൽ ഇതിനെപ്പറ്റി യേശു എന്താണ് പറഞ്ഞത് എന്ന് ആരെങ്കിലും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തെ ആസ്പദമാക്കി ഒരു വാക്ക് പറഞ്ഞാൽ അവനെ കല്ലെറിയാനുള്ള ഒരു സന്നദ്ധതയാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയെപ്പറ്റി യേശുവിൻ്റെ അഭിപ്രായം എന്തായിരുന്നുവെന്ന് നിങ്ങൾ ക്രിസ്ത്യാനികളോടൊന്ന് ചോദിച്ചാൽ അവർ ബബ്ബ പറയുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ യേശു ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്തേ അടങ്ങും. അത് കാരണം എന്താണ്? നമ്മൾ ആത്മീയമായി ബാലിശമായ അവസ്ഥയിലാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് അവിടെ മോനോട് പറയാം, മോനെ ആ ഒരു ഗ്ലാസ് ഭരണിയിൽ എന്നിട്ട് കാര്യങ്ങൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീ അതെടുത്ത് തിന്നരുത് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെയോ അമ്മയുടെയോ കണ്ണ് വെട്ടിച്ച് അവൻ അത് ഗ്ലാസ് ഭരണി തുറന്നിരിക്കും, അത് തുറന്ന് തിന്നിരിക്കും. അല്ലെ? അതൊരു സംശയം. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല ആത്മീയമായ വേദിയിൽ നമ്മുടെ അവസ്ഥ എന്ന് ദയവായി തിരിച്ചറിയുക. ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങളത് ആകസ്മികമായി കേൾക്കുന്നു. എന്നോട് ഞാൻ നടത്തുന്ന സംഭാഷണം നിങ്ങൾ എങ്ങനെയോ കേൾക്കാനിടയായി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ആദ്യമായി നാം കണ്ടു, തന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരാധിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാധ്യതയെ യേശു വിഭാവന ചെയ്തിട്ടില്ല. പക്ഷേ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണ്? അത് വരുമ്പോൾ ഇച്ചിരി ഒരിടർച്ചയുണ്ടാകും. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. യേശു നമ്മളിൽ വസിക്കുകയും നാം യേശുവിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് യേശുവിനെ ആരാധിക്കാനേ സാധ്യമല്ല. ആരാധന എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, അകൽച്ചയിൽ കൂടെ മാത്രമേ ആരാധന സംഭവിക്കുകയുള്ളൂ. ദയവായി മനസ്സിലാക്കുക. അല്പമെങ്കിലും നമുക്ക് ബോധമുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഇവിടെ ഒരു സാധനമുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കുന്ന കാര്യം, ആരാധന എന്ന് പറയുമ്പോൾ അത് അകൽച്ച എന്ന പ്രീ കണ്ടീഷൻ, അകൽച്ച എന്ന അനുഭവത്തിൽ കൂടെ മാത്രമേ ആരാധന സംഭവിക്കൂ. അതുകൊണ്ടാണ് ഇത് തുലവും ഇതും വളരെ കൃത്യമായി അറിയുന്നത് കൊണ്ടാണ് പുരോഹിതവർഗം വിശ്വാസികളെ എപ്പോഴും ഏതെല്ലാം വിധത്തിൽ ആത്മീയമായി വിലയിടിക്കാമോ, തരം താഴ്ത്താമോ, അവരിൽ അപകർഷതാബോധം വളർത്തിയെടുക്കാമോ അവരെ ഒറ്റ അവസരം പോലും നഷ്ടപ്പെടുത്താതെ, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ നികൃഷ്ടരാണ്, നിങ്ങൾ ഒരു സൽപ്രവൃത്തിയുമില്ല, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, നിങ്ങൾ വീണ് തരിപ്പണമായവരാണ്, പുഴുവായ യാക്കോബേ എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് മനഃശാസ്ത്രപരവും പ്രവർത്തനപരവുമായ പ്രാക്ടിക്കലായിട്ടുള്ള മർമ്മം എന്താണ് അല്ലെങ്കിൽ തന്ത്രം എന്താണ് എന്ന് സാധാരണ ആളുകൾ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പുരോഹിതവർഗം എപ്പോഴും വിശ്വാസികൾ പാപികളാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അവർ പാപികളാണ് എന്ന ബോധ്യം അവർ വളർത്തിയെടുത്ത് അവർ ദൈവകൃപയിൽ നിന്ന് അങ്ങ് ദൂരെ അങ്ങ് കോങ്കോയിൽ വസിക്കുന്നവരാണ്, ഞങ്ങൾ മാത്രം ദൈവത്തോട് അടുത്ത് വസിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നവരൊക്കെ നിങ്ങൾ നിന്നോണം, ഞങ്ങൾ നടത്തുന്ന ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. കാരണം എന്താണ്? നിങ്ങൾ പാപികളാണ്, ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, അതുകൊണ്ട് പാപികളായ നിങ്ങൾക്ക് നേരെ ദൈവത്തെ സമീപിക്കാൻ സാധ്യമല്ല. അത് യേശു പറഞ്ഞതിന് കടക വിരുദ്ധമാണെന്ന് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്ക് അറിഞ്ഞുകൂടാ. യേശു വന്നതിൻ്റെ തന്നെ ലക്ഷ്യം ദൈവത്തെ മനുഷ്യരെ ഒന്നാക്കാനാണ് എന്ന് 1000 തവണ യേശു വിളിച്ചു പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ്? എന്നിട്ട് അവസാനം മരിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിന് തിരശ്ശീല അടിമുതൽ മുടിവരെ കീറിപ്പോയി. എന്താണ്? ഈ അശുദ്ധരും വിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം അകറ്റുകയാണ്, മനുഷ്യരെ ഒന്നാക്കുകയാണ്. അതൊരിക്കലും നാം സ്വീകരിക്കുകയില്ല. മനുഷ്യരെ മനഃപൂർവ്വം പാപികളെന്നും
അധപ്പതിച്ചവരെന്നും കൃപ നശിപ്പിച്ചവരും ഒക്കെ പറഞ്ഞ് അവനെ നശിപ്പിച്ച് കുളമാക്കി അവനെ കൊണ്ട് ആരാധിപ്പിക്കാനുള്ള, പിന്നെ യേശുവിനെ ആരാധിക്കുന്ന വിധമൊക്കെ നോക്കിയാൽ അയ്യോ ഒന്നും പറയണ്ട. പരിശുദ്ധാത്മാവിനൊക്കെ വിറപ്പിക്കുന്നത് കണ്ടാൽ യേശുവിനെ സ്തുതിച്ചു വായിൽ കൂടെ വെള്ളം ഊറി ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ പിന്നെ ധൂപക്കുറ്റിയൊക്കെ തെളിയിച്ച് അതൊക്കെ വരുമ്പോൾ ഇത് കണ്ട് സ്വർഗത്ത് ദൈവം വരുന്നങ്ങ് ഇംപ്രസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഈ ആരാധന? എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമാണ്. ദയവായി മനസ്സിലാക്കുക. നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രമാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവത്തിനൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ദൈവം താൻ ആരാണ് എന്നൊരു വിവരമില്ലാത്തവനാണോ ദൈവം? നമ്മൾ പറഞ്ഞിട്ട് വേണോ ദൈവം പരിശുദ്ധനാണ് എന്ന് അവിടത്തേക്ക് അറിയാൻ? ബലമുള്ളവന് മരണമില്ല നമ്മൾ പറഞ്ഞിട്ട് വേണോ അവിടെ അറിയാൻ? ഇതെന്തായി? ഏത് ബോധത്തിലാണ് നമ്മൾ ഈ ക്രിയകൾ കാണിക്കുന്നത്? ഇതിനെ ആരാധനയെന്ന് എങ്ങനെ ആരാണ് പറഞ്ഞു പഠിപ്പിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യേശു വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഇതിനകത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ CSI ക്രമത്തിലൊക്കെ, ആരാധനാക്രമത്തിലൊക്കെ ഈ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ആരാധന തുടങ്ങുന്നത്. ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് CSIയിലെ ആരാധനാക്രമം, ഞായറാഴ്ചത്തെ ക്രമം തുടങ്ങുന്നത് തന്നെ. ഇത് വായിച്ചു വിടുന്ന പുരോഹിതനോ മെത്രാനോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു പിടിയുമില്ല. ആ വാക്യം, യേശുവിൻ്റെ വാക്കുകൾ, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇത് ഉച്ചരിച്ച് ആ ആരാധന നടത്താനും സാധ്യമല്ല. ഇത് ജനം മനസ്സിലാക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. എന്താണ് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നോട് ഉദ്ദേശിക്കുന്നത്? ആ വിഷയത്തിലേക്ക് ഞാൻ അധികം താമസിയാതെ പ്രവേശിക്കുന്നത്. അപ്പോൾ യേശു എന്ത് ചെയ്യണമെന്നാണ്? ഇങ്ങനെ ചെയ്യണമെന്ന് യേശു പറഞ്ഞിട്ടില്ല, യാതൊരു സംശയമില്ല. നാം ഇപ്പോൾ ആരാധിക്കുന്നത് പോലെ യേശുവിനെ ആരാധിക്കണമെന്ന് യേശു വിദൂരമായി പോലും വിഭാവന ചെയ്തതിൻ്റെ ലാഞ്ച പോലും 4 സുവിശേഷങ്ങളിൽ എവിടെയുമില്ല, യാതൊരു സംശയമില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. അവിടെ ആരാധിക്കാന്നല്ല പറഞ്ഞത്, ചെയ്യുവീൻ എന്നാണ്. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്നാണ് അവിടെ പറയുന്നത്. അതുപോട്ടെ, അതിലേക്ക് വരാൻ സമയം അനുവദിച്ചാൽ വരുന്നതായിരിക്കും. യേശു എന്താണ് നമ്മളോട് പറഞ്ഞത്? നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഇതാണ് യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ എൻ്റെ അനുയായികൾ എന്ന് പോലും അല്ല പറയുന്നത്. എൻ്റെ വേലക്കാരെന്നുള്ളത് പോട്ടെ, യു ആർ നോട്ട് മൈ സെർവൻസ്, അതും പോട്ടെ. ഞാൻ നിങ്ങളെ ആരായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഞാൻ നിങ്ങളെ എൻ്റെ സുഹൃത്തുക്കളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളെ കൈക്കൊള്ളുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണ്, ഞാൻ നിങ്ങൾക്കൊരു സുഹൃത്താണ്. ആത്മീയത ഒരു സുഹൃത്ത് ബന്ധമാണ് എന്നാരും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. അയ്യോ കഷ്ടം. പക്ഷേ വല്ലപ്പോഴും ഒക്കെ നമ്മൾ പാടാറുണ്ട്. What a friend we have in Jesus. ഇതൊക്കെ നമ്മൾ പാടാറ്. പക്ഷേ എൻ്റെ അർത്ഥമോ അയ്യോ നമുക്ക് ഒട്ടും സ്വീകാര്യമല്ല. അസ്വീകാര്യമായ അർത്ഥത്തെ വായിൽ കൂടെ ഇട്ട് ഒന്ന് കുപ്പിളിച്ചിട്ടാണ് നമ്മൾ ഈ പാട്ട് പാടുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? വളരെ വളരെ അടുപ്പമുള്ള ഒരു ആത്മീയ സുഹൃത്ത് ബന്ധമാണ് യേശു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആരാധനയല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സുഹൃത്ത് ബന്ധം യേശു പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നമ്മൾ സാധാരണ ഞായറാഴ്ച പോയി അവിടെ പുരോഹിതന്മാരൊക്കെ അവരുടെ കാർമ്മികത്വത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് നാം ദൈവത്തോട് കാണിക്കാണ്ട് വലിയ ഔദാര്യമായിട്ടുണ്ട്. ഇതൊക്കെ 100% തെറ്റാണ്. ദൈവത്തെ അപമാനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നാം ഇപ്പോൾ നടത്തി വരുന്ന ആരാധന. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, യാതൊരു അർത്ഥവുമില്ല. യേശു വിഭാവന ചെയ്തത് എന്താണ്? നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായിരിക്കണം. ഈ സുഹൃത്താകാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ പോലെ ആയിത്തീരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വളർച്ച, എൻ്റെ വ്യക്തിത്വത്തിലേക്ക് വളരുവാൻ നിങ്ങൾക്കിടയാകണം. ഞാൻ സുഹൃത്ത് ബന്ധത്തെ പറ്റി വളരെ
എന്താണ് പറയുന്നത്, സൂക്ഷ്മമായി ചരിത്രത്തിൻ്റെയും ദാർശനികതയുടെയും വെളിച്ചത്തിൽ കുറഞ്ഞ പക്ഷം 3000 വർഷത്തെ മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നന്നേ ശ്രമിച്ചിട്ടുണ്ട്. സുഹൃത്ത് ബന്ധം എന്ന ആശയം, ഫ്രണ്ട്ഷിപ്പ് എന്ന ആശയത്തിന് എല്ലാ യുഗങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും പ്രത്യേകമായ വില കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം യവന സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ, അത് യവന ഗ്രേക്കോ റോമൻ കൾച്ചറിനെ പറ്റി പറയുമ്പോൾ അത് വേദപുസ്തകത്തിലുമുണ്ട്, അത് ഇന്ത്യൻ സംസ്കാരത്തിലുമുണ്ട്, നമുക്കറിയാവുന്ന എല്ലാ സംസ്കാരത്തിലുമുണ്ട്. സുഹൃത്ത് ബന്ധത്തിന് ഫ്രണ്ട്ഷിപ്പിന് കൽപ്പിക്കുന്ന വില വളരെ അധികമാണ്. എന്തുകൊണ്ടാണ്? നല്ല ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തുമായുള്ള ബന്ധത്തിൽ എനിക്ക് കുറച്ചുകൂടെ വളർച്ച പ്രാപിക്കാൻ കഴിയും. ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? എന്നെ വളരുവാൻ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലാത്തതൊന്നും സുഹൃത്ത് ബന്ധമല്ല. അത് സൗകര്യാർത്ഥം നാം സൃഷ്ടിക്കുന്ന an arrangement of convenience മാത്രമാണ്. അത് പട്ടുപോകും, അത് നിലനിൽക്കുകയില്ല. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വളർച്ചയുടെ ഒരു ചെറിയ അംശമെങ്കിലും ഉണർത്തുവാനും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനും ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല, നിങ്ങൾക്ക് മറക്കാൻ സാധ്യവുമല്ല. അങ്ങനെയുള്ളവർ മാത്രമായിരുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ. പക്ഷെ നിങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞില്ല, ഇപ്പോഴും പല ആളുകളും ഒന്നും തിരിച്ചറിയുന്നില്ല. അപ്പോൾ യേശു നമ്മെ വിളിക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കളായിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പം തിരുമേനി മാറ്റി പറയുമ്പോൾ നമ്മൾ തിരുമേനി എന്ന് പറയുന്നു, അവിടുന്ന് എന്ന് പറയുന്നു, അവിടുന്ന് കൽപ്പിച്ചാലും എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മൾ യേശുവിനെ പറ്റി പറയുന്നത് അവനെന്നാണ്. അതാണ് ശരി. കാരണം യേശു നമ്മുടെ സുഹൃത്താണ്. അത് തന്നെ. അങ്ങനെ സുഹൃത്തിനെ ആരാധിക്കേണ്ട കാര്യമൊന്നുമില്ല. നാം സുഹൃത്തിനെ ആരാധിച്ചാൽ സുഹൃത്തിനെ കളിയാക്കുക എന്ന് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ യേശുവിനെ നാം ആരാധിക്കുന്നതിന് പകരം അവനോട് കൂടെ ആയിരിക്കാനും അവനോട് താതാത്മ്യം പ്രാപിക്കാനും മാത്രമാണ് നമ്മുടെ കടമ. അങ്ങനെ യഥാർത്ഥത്തിൽ നാം താതാത്മ്യം പ്രാപിക്കുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുന്നു. താതാത്മ്യം എന്ന് പറഞ്ഞാൽ അവനെ പോലെ ആയിത്തീരുന്നു. വി ബിക്കം ലൈക്ക് ജീസസ്. ആ അവസ്ഥയുടെ പേരാണ് ആരാധന എന്നുള്ളത്. യഥാർത്ഥത്തിൽ ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ, ആത്മാവിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ദൈവ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ആ ഒരു അനുഭവത്തിലേക്ക് എനിക്ക് ആത്മാർത്ഥമായി വളരുവാൻ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ നിരന്തരം ദൈവസന്നിധിയിൽ പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന അനുഭവത്തിൻ്റെ പേരായിരിക്കണം ആരാധന എന്നുള്ളത്. അല്ലാതെ അവിടെ പോയിരുന്നുകൊണ്ട് ദൈവമേ നീ ബലവാനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ അതാകുന്നു, ഇതാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും വേണ്ട, ഇതൊന്നും വേണ്ട. നിങ്ങൾ 30 വർഷം 40 വർഷം ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടായിട്ടുണ്ടോ? നിങ്ങളിൽ എന്തെങ്കിലും ഒരു പുതുക്കത്തിൻ്റെയോ ഒരു വളർച്ചയുടെ നാമ്പ് കിളിക്കാനിടയായിട്ടുണ്ടോ? ഏറ്റവും അർത്ഥശൂന്യമായ ഒരു അവസ്ഥയല്ലേ ഇത് നിങ്ങൾ തുറന്ന് അലറിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വല്ലതും. പിന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ആരാധനാ ജീവിതത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ എന്നത് ഏറ്റവും പ്രകടമായി നിങ്ങൾക്കറിയണമെങ്കിൽ ആളുകൾ മറുഭാഷ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മറുഭാഷ പറയുന്നതിൻ്റെ ന്യായീകരണമായിട്ട് എല്ലാ ആളുകളും, ഈ മറുഭാഷാ വിദഗ്ധന്മാർ പറയുന്നത്, ദൈവത്തോട് സംസാരിക്കാൻ വേറൊരു ഭാഷയുമില്ല. ദൈവത്തിന് മലയാളം അറിഞ്ഞുകൂടാ, തമിഴ് അറിഞ്ഞുകൂടാ, തെലുങ്ക് അറിഞ്ഞുകൂടാ, ഇംഗ്ലീഷ് പോലും അറിഞ്ഞുകൂടാ, ലാറ്റിനും അറിയത്തില്ല, ഹീബ്രുവും അറിയത്തില്ല. ദൈവത്തിന് ആകെപ്പാടെ അറിയാവുന്നത് ഈ മാലപ്പടക്കം പോലെ, തൃശ്ശൂർ പൂരം പോലെയുള്ള അർത്ഥശൂന്യമായ ശബ്ദങ്ങളുടെ മാലപ്പടക്കമാണ് എന്ന് പറയണമെങ്കിൽ അതിന് ഒരു യുക്തിയുണ്ട്. അതെന്താണെന്നറിയാമോ? ഇത് പെന്തക്കോസ്തുകാരാണെങ്കിലും കത്തോലിക്കനാണെങ്കിലും CSAക്കാരനാണെങ്കിലും മർത്തമക്കാരനാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ആരാധന ഒരു ശബ്ദം മാത്രമാണ്. അപ്പം അങ്ങനെ ആരാധന ശബ്ദമാണെങ്കിൽ, ആരാധനയുടെ പ്രസക്തമായ ഏക ഘടകം ശബ്ദമാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനാണ് ഏറ്റവും മഹനീയമായിട്ട് ആരാധിക്കുന്നത് എന്ന് ധരിക്കുന്നതിൽ വല്ല അപാകതയുമുണ്ട്, യുക്തിരാഹിത്യമുണ്ടോ? ഇല്ല. പക്ഷെ അടിസ്ഥാന പ്രമാണം തെറ്റാണ് എന്നാരും പറയുന്നില്ല. അതായത് ശബ്ദം കൊണ്ടല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്,
അത് ഇപ്പോഴും ഞാൻ പറഞ്ഞതല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് വളരെ വ്യക്തമായി യേശു ഒരു പ്രത്യേകമായ അവസ്ഥയിൽ വെളിപ്പെടുത്തിയതാണ്. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൻ്റെ ശബ്ദം എത്ര ഡെസിബിളാണ്? സത്യത്തിൻ്റെ ശബ്ദം മാലപ്പടക്കം പോലെയാണോ? അമിട്ട് പോലെയാണോ? ഗുണ്ടാണോ സത്യം? ആത്മാവിൻ്റെ ശബ്ദം ഏതാണ്? കായാണോ, ഗായാണോ, ബബ്ബയാണോ? ഏതാണ് ആത്മാവിൻ്റെ ശബ്ദം? ഏതാണ്? കാറ്റ് അതിനിഷ്ടമുള്ള ഇടത്തേക്ക് അടിക്കുന്നു. അതിൻ്റെ ശബ്ദം എന്താണ്? പക്ഷേ ഈ ആത്മാവ് ഒരു പാസ്റ്ററുടെ ശരീരത്തിൽ കയറിയാൽ അവൻ എരുമ പോലെ അമറും. ഇത് പാസ്റ്ററുടെ മാത്രം പ്രശ്നമല്ല. ഈ ദൈവവേല എന്നും പറഞ്ഞ് ദൈവത്തെ വിറ്റ് കാശാക്കി ജീവിതം നയിക്കുന്ന ആളുകൾ മുഴുവനും ആരാധനയെ വെറും ശബ്ദമാക്കി അധപ്പതിപ്പിച്ച് അതുകൊണ്ട് മുതലെടുക്കുമ്പോൾ അതിൽ നിന്ന് അവരെക്കാൾ എനിക്ക് മിടുക്ക് കൂടുതലാണ് എന്ന് കാണിക്കാൻ ഒരു പാവപ്പെട്ട പാസ്റ്ററിന് കാര്യമായ വിവരമൊന്നുമില്ലാതെ, മലയാളം പോലും ശരിക്കും അറിയാൻ വയ്യാത്ത ഒരു പാസ്റ്ററിന് ഈ കുപ്പായമൊക്കെ ഇട്ട് വലിയ വലിയ സംഘടനാ പ്രാബല്യം കാണിക്കാൻ, മതമാഡംബത്തരം കാണിക്കാൻ ഒരു അഡ്രസ്സും ഇല്ലാത്തൊരു പാവപ്പെട്ട പാസ്റ്ററിന് ഇവരോട് കിടപിടിക്കാനുള്ള ഏക ആയുധം ഈ ചെവി പൊട്ടുന്ന വിധത്തിൽ അലറുകയും അമറുകയും ഒക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മറുഭാഷ പറയുമ്പോൾ ഈ അമിട്ട് പൊട്ടുന്നത് പോലെ ആലോറി. നിങ്ങൾ മറുഭാഷ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അതിപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. യൂട്യൂബ് പോലും കീറിപ്പോവും. അതിലൊന്ന് എടുത്തൊന്ന് കണ്ടാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് മൂളയുണ്ടല്ലോ, അതൊന്ന് വല്ലപ്പോഴും പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഏറ്റവും തൊണ്ണ തുറന്ന് എരുമയമറുന്ന പോലെ അമറിയാലേ ദൈവത്തിന് കേൾക്കാനൊക്കത്തുള്ളൂ എന്ന് പറയും. ദൈവം അത് പൊട്ടനാണോ? സംഗീതക്കാരൻ പറയുന്നുണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. പിന്നെ എന്തിനാണ് ഈ കിടന്ന് വലിച്ചു കീറുന്നത്, അമറുന്നത്? ആരോടാണ് ഇത് കാണിക്കുന്നത്? ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ്? അത് പെന്തക്കോസ്തിലെങ്ങുമല്ല, അതെല്ലാ സഭയിലും ഒന്നുപോലെ. ആരാധന എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം മാത്രമാണ്. ഇപ്പോൾ ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കണം. അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഈ പറയുന്ന അച്ഛനോ കപ്പ്യാരോ അവിടെ കമ്മിറ്റി അംഗങ്ങളോ തിരുമേനിയോ മനസ്സിലാക്കുന്നുണ്ടോ? അത് അറിഞ്ഞോ മാനിച്ചോ ആണോ ഇത് പറയുന്നത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഏതെങ്കിലും അച്ഛനോടോ തിരുമേനിയോടോ ചോദിക്കണം, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒരുത്തൻ പോലും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരില്ല, അവർക്കറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞേ ആരാധന ആരംഭിക്കത്തുള്ളൂ എന്ന് പറയുന്നത്? ആരാധന എന്ന് പറയുന്നത് ശബ്ദം മാത്രമാണ് എന്ന നിർബന്ധം കൊണ്ടാണ്. അതിൻ്റെ എവറസ്റ്റിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാനാണ് പാസ്റ്റർ ഈ മറുഭാഷ അമറുന്നത്. അപ്പോൾ ആ മറുഭാഷയിൽ സത്യമുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശബ്ദം അതിൽ തന്നെ സത്യവുമല്ല അസത്യവുമല്ല, ശബ്ദമൊന്നുമല്ല, ഒരു ശബ്ദം മാത്രമാണ്. സത്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോറലി ന്യൂട്രൽ. സൗണ്ട് ഈസ് മോറലി ന്യൂട്രൽ. അർത്ഥം വന്നെങ്കിൽ മാത്രമേ അത് ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് വരികയുള്ളൂ. അതുകൊണ്ട് പാസ്റ്റർമാർ മാത്രമല്ല, ഈ മറുഭാഷ വിറ്റ് നടക്കുന്ന എല്ലാവരും ദേ ആർ സേഫ്. കാരണം അവർ ധാർമ്മികമാണോ അധാർമികമാണോ എന്ന് ആർക്കും അറിയില്ല. കാരണം ശബ്ദത്തിൽ ധാർമ്മികതയില്ല, അധാർമികതയുമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇനിയും എന്തുകൊണ്ടാണ് നാം യേശുവിൽ വസിക്കേണ്ടത്? ഇത് ദയവായി ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആത്മാവിനും സത്യത്തിലുമായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് ആ അവസ്ഥ? ആ അച്ചടക്കം എന്താണ്? അത് ആരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഞാൻ നിർബന്ധിതനാണ്. അടുത്ത 5, 6, 7 മിനിറ്റുകളിൽ അത് നിർവഹിപ്പാൻ ഞാൻ ശ്രമിച്ചുകൊള്ളട്ടെ. നമുക്ക് മനുഷ്യൻ്റെ വളർച്ച, ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്, നാം യേശുവിനോട് ബന്ധം പുലർത്തേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കാനാണ് എന്നതിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. അത് യേശുവിൻ്റെ പഠിപ്പീരുകളെ മനസ്സിലാക്കിയതിൽ കൂടെ മാത്രം ഞാൻ ആർജിച്ച ഒരു ആത്മീകമായ ഉത്ബോധനമാണ്. ക്രിസ്തുവാകുന്ന തലയോളവും നാം വളരണമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാ അച്ഛ, അതെങ്ങനെയാ തിരുമേനി, ഞാൻ അങ്ങനെ വളരുന്നതെന്ന് ആരും ചോദിക്കാറില്ല. കാരണം അങ്ങനെ വളരാൻ ആർക്കും താല്പര്യമില്ല. ഇപ്പം ഉപമകൾ നോക്കുമ്പോൾ, താലന്തുകളുടെ ഉപമ നോക്കുമ്പോൾ അത് വളരുന്നു. 5 10 ആകുന്നു, 2 4 ആകുന്നു, അല്ലെ? വളരുന്നു. വളരാത്തത് ശാപത്തിന്
അർഹത പ്രാപിക്കുന്നു. അതാണല്ലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു കടുക് പണിയുടെ ഉപമ. ആ കടുക് പണി വീണ് പൊട്ടിമുളച്ച് വളർന്ന് അതിൻ്റെ ശിഖരങ്ങളാകെ ഭൂമിയുടെ അറുതി വരെ പോകും, ആകാശത്തിലെ പറവകൾ അതിൽ കൂടുവെക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം വളർച്ച എന്നുള്ളതാണ്, അല്ലേ? ആ വളർച്ച പ്രാപിപ്പാൻ ക്രിസ്ത്യാനിക്ക് മടിയാണ്, മനസ്സില്ല. അതിന് പകരമായിട്ടാണ് ഈ ആരാധന വെച്ചിരിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്, ഞങ്ങളിൽ നിന്ന് വളർച്ച പ്രതീക്ഷിക്കരുത്, ഞങ്ങൾ യേശുവിനെ പോലെ ആകണമെന്ന് പ്രതീക്ഷിക്കരുത്, ഞങ്ങൾ നികൃഷ്ടരാണ്, അതുകൊണ്ട് നാ പിടിച്ചോ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ബാറിക്കുമോറോൺ ഞാനൊരു വെറും മൊറോണാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? അപ്പോൾ നാം യേശുവിനോട് ഇപ്രകാരം ബന്ധപ്പെടുത്തുക, അതായത് ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിപ്പീൻ എന്നുള്ള ഈ അവസ്ഥ, അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, നമ്മൾ പിറന്നു വീഴുന്നത് ശിശുക്കളായിട്ടാണ്. ഈ ശിശുക്കളായി ജനിക്കുമ്പോൾ നമ്മുടെ ഭൗതികമായ ജീവിതം, ഫിസിക്കൽ ലൈഫ്, അത് സംരക്ഷിക്കാനായിട്ടുള്ള ഒട്ടുമുക്കാലും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് പ്രകൃതിയുടെ ദാനമാണ്, പ്രകൃതിദത്തമായ കഴിവുകൾ. ഇപ്പോൾ പിറന്നു വീണൊരു കുഞ്ഞിനെ മുലപ്പാൽ കുടിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് നമുക്കറിയാം. അത് പ്രകൃതി അതിന് നൽകിയ അറിവ് കൊണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ ആ അറിവ് പേറിക്കൊണ്ടാണ് ഒരു ശിശു ഭൂമിയിലേക്ക് കാലി കുത്തുന്നത്, അല്ലെങ്കിൽ പ്രവേശിക്കുന്നത്. അതിനെ ആരും പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് ശാരീരികമായ എല്ലാ കഴിവും നടക്കാൻ പഠിക്കുന്നു. അത് ശിശു തന്നെ പഠിക്കുന്നതാണ്. അതേസമയം വളർച്ച ഏകദേശം ഒരു തട്ടിലെത്തുമ്പോൾ 3 വയസ്സ് അല്ല 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതെന്താണ്? മനുഷ്യൻ്റെ ബൗദ്ധികമായ മാനസികമായ വളർച്ച ശാരീരികമായ വളർച്ചയെ പോലെയല്ല, അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. അതിനുവേണ്ടി അവൻ പ്രത്യേകമായി ശ്രമിക്കണം. ശരീരം അതിൽ തന്നെ വളർന്നുകൊള്ളും, പക്ഷെ മനസ്സങ്ങനെ വളരുകയില്ല. അതിനുവേണ്ടി പ്രത്യേകമായി നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലും കോളേജിലൊക്കെ വിട്ട് വിദ്യാഭ്യാസത്തിന് നാം തത്തപ്പെടുന്നത്. അങ്ങനെ ഇപ്പോഴത്തെ സ്കൂളിലും കോളേജിലൊക്കെ വിട്ടാൽ കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളരുമെന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അത് തൽക്കാലം ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നില്ല. എന്നാൽ അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സ് വികസിക്കുന്നതിന് വേണ്ടി അവൻ മനഃപൂർവ്വം അധ്വാനിക്കണം എന്നതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറമായി മനുഷ്യൻ്റെ ആത്മാവിൽ അവന് വളർച്ച ഉണ്ടാകണം. അതിനുവേണ്ടി പ്രത്യേകമായി ശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കൈയും കാലും വളർന്നത് പോലെ നമുക്ക് ആത്മാവിൽ വളരുവാൻ സാധ്യമല്ല. അതിന് പ്രത്യേകമായ ശ്രമം നടത്തുക, അത് നമ്മുടെ ഒരു വലിയ പ്രയോറിറ്റി ആയിരിക്കണം. അതിനുള്ള റീസോഴ്സാണ് യേശു എന്ന് പറയുന്നത്. അല്ലാതെ യേശുവിന് മറ്റ് യാതൊരു പ്രസക്തിയുമില്ല. യേശു ലോകത്തിൽ വന്നത് നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനല്ല. സ്വർഗമില്ലെന്നോ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നോ അല്ല ഞാൻ ഈ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. യേശു വന്നത് നമ്മുടെ വളർച്ചയിൽ പൂർണ്ണതയുണ്ടാകണമെങ്കിൽ ശരീരം വളരുന്നത് പോലെ മനസ്സ് വളരാൻ ഈ ലോകത്തിൻ്റെ സാമഗ്രികൾ അല്ലെങ്കിൽ റിസോഴ്സസ് ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിൽ കൂടെയും വായനയിൽ കൂടെയും ചിന്തയിൽ കൂടെയും പല അനുഭവങ്ങൾ മനസ്സിലാക്കുന്നതിൽ കൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെ വളരാനായിട്ട് നാം ശ്രമിക്കുന്നു. പലരും ഇപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല, മറ്റൊരു കാര്യമാണ്. ശരീരം മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ശരീരം, വ്യക്തിത്വം എന്താണ്, അവൻ്റെ വയറ് മാത്രമാണ് എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കെടുതി വളരെ അധികമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി വളരെ പ്രാധാന്യത്തോടുകൂടി നാം ശ്രദ്ധിക്കുക നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയാണ്. അതിനുള്ള റിസോഴ്സസ് യേശുവിൽ നിന്നാണ് നാം പ്രാപിക്കേണ്ടത്. അത് പ്രാപിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അവനുമായി ചേർന്നിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുന്നതിൻ്റെ പേരാണ് പങ്കാളിത്തം എന്നുള്ളത്. ആത്മീയ ജീവിതം യേശുവുമായിട്ടൊരു പങ്കാളിത്തമാണ് എന്നതാണ് ഏറ്റവും പ്രാഥമികമായ സത്യം. ഈ പങ്കാളിത്തത്തെ നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, അതിന് പകരമായിട്ടാണ് നാം ഈ ആരാധന കൊണ്ടുവച്ചിരിക്കുന്നത്. യേശു ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ വസിച്ചതുകൊണ്ട് അവന് ദൈവത്തെ ആരാധിക്കാനായിട്ട് യെരുശലേം ദേവാലയത്തിലോ മറ്റ് യഹൂദന്മാരുടെ പള്ളികളിലോ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവനോട് നടന്ന് നന്മ ചെയ്ത് ദൈവ സ്വഭാവമായ സ്നേഹത്തെയും സത്യത്തെയും നീതിയെയും കരുണയും നിരന്തരം വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നെ വല്ലപ്പോഴുമൊക്കെ അവൻ വാങ്ങിപ്പോയി പിതാവിനോട് സംസർഗത്തിലായിരുന്നു. ഇതല്ലാതെ
നാം ഈ പറയുന്നത് പോലെ ആരാധനയിൽ യേശു നിലനിന്നതായിട്ട് യാതൊരു സൂചനയുമില്ല. എന്ന് മാത്രവുമല്ല, യഹൂദന്മാരുടെ പള്ളികളിൽ ആദ്യമൊക്കെ പോയിരുന്നെങ്കിലും പെട്ടെന്ന് മനസ്സിലായി അവിടെ നിൽക്കുന്നതെല്ലാം വെറും മനുഷ്യർക്ക് പ്രയോജനമില്ലാത്ത കാര്യമാണ്, വെറും പിണ്ണാക്കാണ്, മതപരമായ പിണ്ണാക്കാണെന്ന് മനസ്സിലാക്കി യേശു അതിൽ നിന്ന് പൂർണ്ണമായി തന്നെ വിടുവിച്ചതായിട്ടാണ് നാം കാണുന്നത്. അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നമ്മുടെ സഭകളിൽ നടക്കുന്നത് സത്യ ആരാധനയല്ല. സത്യ ആരാധനയ്ക്ക് പകരം പുരോഹിത വർഗം കണ്ടുപിടിച്ച ഒരു പ്രക്രിയയാണ്. നാം ആദ്യം മുതൽ ആരംഭം മുതൽ ജനിച്ചപ്പോൾ തൊട്ട് ഇത് മാത്രം കണ്ടിരിക്കുന്നത് കൊണ്ട്, ഇതിൽ നിന്ന് വേറിട്ട് മറ്റൊന്നും കാണാത്തത് കൊണ്ട്, ഇത് മാത്രമാണ് പരമമായ സത്യമെന്ന് തെറ്റിദ്ധരിച്ച് ഇതിൻ്റെ കെടുതികൾ അനേകമാണ്. ഇതിൻ്റെ കെടുതികൾ വലിയ തോതിൽ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിൻ്റെ ദാരിദ്ര്യം നാം അനുദിനം അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ നട്ടലില്ലാതെ നാം അതിൽ മാത്രം നമ്മുടെ പരാധീനതയിൽ നാം അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് നാം കഴിയുന്നത്. ഇത് നാം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇനി അല്പം വിപ്ലവാത്മകമായ കാര്യം പറയാൻ പോകുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആരാധനയില്ലേ, അത് കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കണം. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവം നിശ്ചയിച്ചിട്ട് കോവിഡ് മൂലം നമുക്ക് ലഭിച്ചത്. 3 വർഷം ആരും പള്ളിയിൽ പോയില്ല, ആരാധിച്ചില്ല. നിങ്ങൾക്ക് വല്ല നഷ്ടവും വന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടം വന്നില്ലെന്നല്ല, അതെനിക്ക് അനുഗ്രഹമായി തോന്നുന്നു. കൂടുതൽ സൂക്ഷ്മമായി ഇങ്ങനെ ആത്മീയമായ ആശയങ്ങളെ മനസ്സിലാക്കാനും കൂടുതൽ ആത്മീയമായ വിഭവങ്ങൾ ഉള്ളിൽ തന്നെ വളർത്തിയെടുക്കുവാൻ അത് തന്നെ സഹായിച്ചു. കാരണം നാം ഈ നിരന്തരമായി പരിശീലിച്ചത് തന്നെ പാടി ഒരൊറ്റ പാട്ട് പാടിക്കൊണ്ട് അവസാനം വരെ ഇരുന്നാൽ ഈ പാട്ടുകൊണ്ട് നമ്മൾ ചത്തുപോകും. ഈ അനന്തമായ സാധ്യതകളുടെ ഒരു കോഡ് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ഈ ഒരു ചെറിയ കച്ചിത്തുരുമ്പാണ് പ്രപഞ്ചം എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ മതിലേക്കുരുത്ത ക്രിസ്ത്യാനികൾ കഴിയുന്നത് എന്നത് വളരെ സങ്കടത്തോടു കൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി തിരിച്ചറിയുക, യേശുവിനെ ആരാധിക്കരുത്. യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് നാം ഇപ്രകാരം ആയിപ്പോയത്. തന്നെ ആരാധിക്കണമെന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല, പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സാധ്യത യേശു വിഭാവന ചെയ്തില്ല. യേശു ആകെപ്പാടെ കാംക്ഷിച്ചത്, താല്പര്യപ്പെട്ടത്, നിങ്ങൾ എന്നോട് കൂടെ ആയിരിപ്പീൻ, നിങ്ങൾ എന്നിലായിരിപ്പീൻ. അതുകൊണ്ട് എൻ്റെ ദൗത്യത്തെ തുറന്നുകൊണ്ടു പോകുവാനുള്ള പങ്കാളിത്തത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അത്ഭുതകരമായ അസൂയാർഹമായ വളർച്ച പ്രാപിപ്പാൻ നിങ്ങൾക്കിടയായിത്തീരും. നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണത പ്രാപിക്കും. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പൂർണ്ണമായ വികസനം പ്രാപിച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന ഈ ഭൗമമായ ആശയത്തിൻ്റെ തേജസാർന്ന ഒരു പ്രതിഭാസമായി ഈ ലോകത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും സാക്ഷ്യം വഹിപ്പാൻ ജീവിതം കൊണ്ടിടയായിത്തീരും എന്ന വലിയ അഭികാമ്യമായ അതുല്യമായ അത്ഭുതാവഹമായ സാധ്യതയാണ് യേശു ചൂണ്ടിക്കാണിച്ചത്. അത് നമുക്ക് അല്പം പോലും സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധരാകുന്നു, ദൈവമേ നീ ബലവാനാകുന്നു, ദൈവമേ നീ മരണമില്ല എത്രയും നീട്ടാമോ അത്രയും ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പം പാസ്റ്റർക്ക് എത്രയും അലറാമോ അതുപോലെ കത്തനാർക്ക് എത്രയും നീട്ടാമോ. ഇതാണ് നമ്മുടെ ആരാധന. ഇത് ആരാധനയല്ല. ആരാധനയുടെ പേര് നമ്മൾ നടത്തുന്ന അപമാനമാണ് എന്ന് തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാർ. ബാറയ്ക്കുമോറോൻ, കുറിയലൈസോൻ, ഹാലേലുയ്യ. പിന്നെ മറുഭാഷ എനിക്ക് വരാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. എവർക്കും നമസ്കാരം.